നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കലോത്സവ സ്വാഗതഗാന ദൃശ്യാവിഷ്കാര വിവാദം ആരുടെ വീഴ്ചയാണ്? കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ CPM ഇന്ന് രാവിലെ അഭിപ്രായം പറഞ്ഞിരുന്നു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൃശ്യാവിഷ്കാരം ഒരുക്കിയ മാതാ പേരാമ്പ്രയെ ഇനി കലോത്സവ വേദികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയാക്കി ചിത്രീകരിച്ചത് സർക്കാർ നിലപാടില്ലെന്നും ഇത് പരിശോധിച്ച് നടപടി വേണമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് രാവിലെ ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഇതാണ്. ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, കലോത്സവത്തിൻ്റെ സ്വാഗതഗാന ദൃശ്യാവിഷ്കരണത്തിൽ ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് ഉണ്ടായത്. അത് സംബന്ധിച്ചിപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കുകയും നടപടിയെടുക്കുകയും തെറ്റ് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു തെറ്റുണ്ടായത് ഇത് സംഘാടക സമിതി അടക്കം കണ്ടു പോകേണ്ടതല്ലേ? അല്ലെങ്കിൽ സ്വാഗതഗാനത്തിൽ ഇത്രയേറെ ചാനലുകളെല്ലാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി, അത്തരം പരിപാടിയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതല്ലേ? നമസ്കാരം സാറേ. ഹലോ. നമസ്കാരമുണ്ട്. പിന്നെ വലിയൊരു കലാപരിപാടിയാണ് അവിടെ നടന്നത്. ആ കലാപരിപാടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് പല സ്കൂളും പല ആൾക്കാരും ഒക്കെയാണ് വന്ന് നടത്തുന്നത്. അത് അവരെന്ത് നടത്തുന്നത്, ഏത് നടത്തുന്നത് എന്നുള്ളത് ഒരു മാക്സിമം അവിടെ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കും. അല്ലാതെ മറ്റുള്ളത് ഇന്നോലം ഇന്നമാരി എന്നുള്ളതൊന്നും പ്രത്യേകമായിട്ട് അവരാരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതില് വന്നത് അത് എല്ലാവർക്കും ഒരു മോശമായി തോന്നി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനിപ്പോ ആ കമ്മിറ്റി അത് അന്വേഷിക്കണം എന്നും പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അത് അന്വേഷിക്കുക എന്നും പറഞ്ഞു. എവിടെയാണ് അതിന്റെ പാട്ട് പറ്റിയത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അത് ഒരു ആ കലാപരിപാടിക്ക് ഒരു മങ്ങലേൽപ്പിച്ചതായിട്ടൊരു തോന്നലുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, മറ്റൊരു പ്രേക്ഷകരുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ കലോത്സവം പോലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി മറ്റെല്ലാ അർത്ഥത്തിലും വളരെ മികച്ച രീതിയിൽ നടന്ന ഒരു കലോത്സവമാണ്. സമയക്രമത്തിലായാലും അല്ലെങ്കിൽ അതിൻ്റെ സംഘാടനത്തിലായാലും ഒക്കെ. അപ്പോഴും ഒരു വിവാദമായി നിൽക്കുന്നത് അതിൻ്റെ ഒരു ആദ്യ ദിവസം നടത്തിയ സ്വാഗതഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരം സംബന്ധിച്ചാണ്. ദൃശ്യാവിഷ്കാരം നടത്തിയ സമിതിയെ സംബന്ധിച്ച് പോലും ഇപ്പോൾ ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു. അങ്ങനെ വേണ്ടത്ര ഒരു ജാഗ്രത ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? സാറേ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. കലോത്സവ വേദിയിൽ പ്രത്യേകിച്ച് സ്വാഗതഗാനം തന്നെ ആലോചിക്കുമ്പോൾ അതൊക്കെ കമ്മിറ്റിയും കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി തെറ്റുപറ്റിയെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കാൻ പറ്റൂല. ഈ കലോത്സവം നടക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനുമില്ലേ? അതിൽ അപാകത പറ്റരുത്, നാനാ മതസ്ഥരും പങ്കെടുക്കുന്നതാണ്, ആർക്കും ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ശ്രദ്ധിക്കേണ്ടത് സർക്കാരല്ലേ? അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ എന്തൊക്കെയോ കളിയുണ്ട്. ഒരുപക്ഷെ സർക്കാർ മനഃപൂർവ്വം തന്നെ ആയിരുന്നുകൂടാ എന്ന് കരുതിക്കൂടാ. കാരണം ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇവർ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. കാരണം അവർക്ക് വോട്ട് ബാങ്കാണ് ലക്ഷ്യം. ഇപ്പം മറ്റൊരു വോട്ട് ബാങ്കാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ശരി, ബാലകൃഷ്ണൻ വടകരയാണ് ഇത്തരം അഭിപ്രായം പറഞ്ഞത്. ഗൗരവപൂർവ്വമായി നേരത്തെ തന്നെ ഇത്തരം പരിശോധനകൾ വേണ്ടതായിരുന്നു. അത്തരം പരിശോധനകൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു സംശയം കൂടി ഉന്നയിക്കുകയാണ്. എന്തായാലും കലോത്സവം നടന്ന സമയത്ത് ഇത് സംബന്ധിച്ച് ഉയർന്ന വിവാദം കാര്യമായ വിവാദമായി പോയില്ല. അന്ന് മന്ത്രിയടക്കം ഇത് ഒരു കല്യാണ വീട്ടിലൊക്കെ ചെറിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിൽ നിർത്തിയായിരുന്നു. സ്വാഭാവികമായും ഈ കലോത്സവത്തിൻ്റെ ഇടയിൽ അത്തരമൊരു വിവാദം വരുന്നത് കലോത്സവത്തിനെ ആകെ നിറം കെടുത്തും എന്നുള്ളത് കൊണ്ടാവും. പക്ഷേ കലോത്സവം കഴിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ തന്നെ മറ്റു മന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഇതിന് പിന്നിൽ അജണ്ടയുണ്ട്, ഇത് സംഘപരിവാർ അജണ്ടയാണോ എന്നതടക്കം പരിശോധിക്കും, അങ്ങനെ ബന്ധമുള്ളവരുണ്ടോ എന്ന് പരിശോധിക്കുമെന്നടക്കം വന്നു. ഒടുവിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഘത്തെ തെരഞ്ഞെടുത്തത് എന്ന് സംബന്ധിച്ചും
മാതാ പേരാമ്പ്രയെ തിരഞ്ഞെടുത്തതെന്ന് സംബന്ധിച്ചും പല സംശയങ്ങളും വരുന്നുണ്ട്. പല പ്രമുഖരുടെയും ജീവൻകുമാർ അടക്കമുള്ള അല്ലെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രൻ അടക്കമുള്ളവരുടെ മുന്നിൽ വെച്ച് ഇത് നേരത്തെ ഇങ്ങനൊരു കലാവിഷ്കാരം നടത്തിയിരുന്നു എന്നും പറയുന്നു. പക്ഷേ അങ്ങനെ നടത്തിയ സമയത്തൊന്നും ഇവർ വേഷം ഉപയോഗിച്ചിരുന്നില്ല. വേഷം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അത് നെഗറ്റീവായി മാറുന്നത്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലല്ല. ആ തീവ്രവാദിയെ കാണിക്കാൻ വേണ്ടി സാധാരണ വേഷത്തിലാണ്. സാധാരണ വേഷത്തിൽ ആരുടെ മുന്നിൽ വന്നാലും ആർക്കും അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് പറയാനും കഴിയില്ല. എന്തായാലും ഇപ്പോൾ അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, പാലക്കാട് നിന്നും ജിതിനാണ്. ശ്രീ ജിതിൻ, താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അതായത് ഈ വിഷയത്തില് മാധ്യമങ്ങൾക്കാണ് തെറ്റുപറ്റിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ എത്രത്തോളം സഹിഷ്ണുതയോടെ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ കിടക്കുന്നു. ആയിക്കോട്ടെ. അപ്പോ അതായത് ഒരു കലാരൂപം നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ, ഇത്ര ഒരു വേദി പ്രദർശിപ്പിക്കുമ്പോൾ അതിന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് കുത്തിരിപ്പ് മനോഭാവത്തോടെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ അതിനെ ഒരു വാർത്തയായി കൊണ്ടുവരണം എന്ന് ഒരു ധാരണയോട് കൂടി ഇതിൽ വാർത്ത ചെയ്തു. അതാണ് ഇതിലുണ്ടായത്. അതാണ് വിദ്യാഭ്യാസ മാധ്യമം ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടിരുന്ന ഒരാൾക്കും തോന്നാത്തത് ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് തോന്നി. അതൊരു വാർത്തയാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് മറ്റെല്ലാ മാധ്യമങ്ങളും അവസാനം ഏറ്റുപിടിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായത്. പിന്നെ സംഘപരിവാർ ബന്ധം പറഞ്ഞു. കേരളത്തില് ഒരു കലോത്സവത്തില് സംഘപരിവാറിന്റെ നിയന്ത്രണം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഈ സർക്കാരിന്റെ പരാജയമാണ് കാണിക്കുന്നത്. നോക്കൂ, ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിന്റെ ബന്ധമാണ് ഈ പറയുന്നത്. അതായത് അതില് സ്കൂൾ സംഘാടകരും CPM പോഷൻസ് എന്തെങ്കിലും ദോഷം വരുമ്പോ, അതായത് തെറ്റാണ്, എനിക്ക് ദോഷം തോന്നിയിട്ടില്ല, പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ അത് സംഘപരിവാർ ബന്ധമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണല്ലോ. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഒരു കലോത്സവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായി നടക്കുന്ന ഒരു പരിപാടിയിൽ അത്തരം ഒരു രംഗം ആവിഷ്കരിക്കുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? 2 ദിവസം പഴയടത്തിന് ഏറെ നിർത്തി. നമ്മുടെ പഴയടം അല്ല, ഇതിനെ കുറിച്ച് പറയും. അല്ല, പറഞ്ഞുതരാം ഞാൻ. അതായത് രണ്ടു മുறை വേദി നടന്നായതുകൊണ്ട് നിങ്ങൾ 2 ദിവസം പഴയടത്തിന് ഏറെ നിർത്തി. നല്ല വിമർശനം. ഇപ്പോ നേരെ അനുകൂലിക്കുകയും ചെയ്യുന്നു. അപ്പൊ 2 നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ഒരു നിങ്ങളുടെ ചാനൽ ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങൾ എന്ന ഒറ്റ ലേബിളിലാണ് ഞാൻ പറഞ്ഞത്. ആരെയും വ്യക്തിപരമായ ഒരു ചാനൽ ഞാൻ പറയുന്നില്ല, മാധ്യമങ്ങൾ എന്ന ഒറ്റ ലേബിളിൽ തന്നെ പറഞ്ഞു. ശരി, താങ്കളുടെ അഭിപ്രായം അത്. അങ്ങനെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ടോ? നെയ്യാറ്റിൻകരയിൽ നിന്നും മനുകുമാറാണ്. ശ്രീ മനുകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് വളരെ വേദനാജനകമാണ്. ഒരു കലാസൃഷ്ടിയെ ഇത്തരം ഒരു കോസ്റ്റ്യൂമിന്റെ പേരിൽ അടച്ച് ആക്ഷേപിച്ച് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അവർക്ക് കേരളത്തിലെ വേദികൾ വിലക്കുക എന്ന് പറയുന്നത് ഒരു വേദനാജനകമാണ്. തിരിച്ച് നമുക്ക് ദേശീയ അവാർഡ് ലഭിച്ച ഒട്ടനവധി സിനിമകളിൽ ഇത്തരം കോസ്റ്റ്യൂം ഉപയോഗിച്ച് ആർട്ടിസ്റ്റുകൾ വന്ന് അഭിനയിക്കുന്നത് നമ്മൾ കണ്ട് അവർക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ ആ കലോപകാരത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു കലാസൃഷ്ടിയായിട്ട് കാണാതെ അതിൽ ഒരു മുഖം മൂടി ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാസ്ക് ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തലപ്പാവ് ധരിച്ചിട്ടോ വരുന്ന ആളിനെ ഒരു വിഭാഗമായിട്ട് ചിത്രീകരിച്ചത് ആരാണോ അവരാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത്. അല്ലാതെ ഒരിക്കലും ഈ കലാസൃഷ്ടി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഭീകരവാദിയെ ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് അത്തരം ഒരു പൊതു ചടങ്ങുകളിൽ നിന്ന് അത് ഒഴിവാക്കി നിർത്തുക എന്നുള്ള ഒരു ഏത് കലാകാരനെ സംബന്ധിച്ച് ഒരു സാമാന്യ യുക്തിയല്ലേ? അതില്ലാതെ പോയതിന് നാട്ടുകാരെ പഴിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനം വരുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ പ്രതികരിച്ച ആളുകളാണ്. ഇത് അതുപോലെയല്ല. ഇത് ഒരു വെറും കോസ്റ്റ്യൂമേ ഉള്ളൂ. ആ ഇട്ടിരുന്ന ആളോ അല്ലെങ്കിൽ ആ സംഘടനയോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കോ ഒന്നും അവിടെ വന്നിട്ടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രശ്നമുണ്ട്, ഋഷീനാണ്. ശ്രീ ഋഷീൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത ഗാനം ആവിഷ്കാരം ഉണ്ടല്ലോ, അതേ ഒരു മതത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിലും പരിഹസിക്കുന്ന രൂപത്തിലുമായി പോയിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണല്ലോ. ഒരു സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുക എന്നത് സ്കൂൾ കലോത്സവത്തിൽ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ അണ്ടറിൽ നടക്കുന്ന ഒരു പരിപാടി കലോത്സവം, ആ കലോത്സവത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആളുകൾ നയിക്കുന്ന ഒരു കലോത്സവം, അവരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ചിട്ട് അതേപോലെ തന്നെ അത് മാത്രമാണെങ്കിൽ അത് അങ്ങനെ ഒന്നും ഉണ്ടായതല്ല എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ മോണോ ആക്ടില് ഒരു കേരളത്തിലെ ഒരു മഹാപണ്ഡിതനെ
വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ആവിഷ്കാരം കൂടി നടന്നിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ശരിയല്ല. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള വേദികളിൽ വരുമ്പോൾ നമുക്കൊക്കെ വല്ലാതെ പ്രയാസമുണ്ട്. എനിക്ക് ഓർമ്മ വന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പണ്ട് ശവന്തീനി ഇറുമ്പുകൾ എന്നൊരു നാടകം അവതരിപ്പിച്ചു, എല്ലാ ദൈവങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് ഒരു നാടകം. എല്ലാവരും ജയിലിൽ പോയി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് പരിശോധിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെയുള്ള സംഗതികൾ വരുന്നത്. ഈ ആവിഷ്കാരം ആദ്യം അത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, നോക്കേണ്ടതായിരുന്നു. അതേപോലെ ഈ മോണോ ആക്ട് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കേണ്ട ആളുകൾ മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്നും നജീബാണ്. ശ്രീ നജീബ്, ഈ കലോത്സവം വളരെ മികച്ച രീതിയിൽ നടന്ന ഒരു കലോത്സവമാണ്. അതിൻ്റെ സമയക്രമത്തിലും അല്ലെങ്കിൽ മറ്റ് സംഘാടനത്തിലും എല്ലാം പൊതുവെ എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവടക്കം അതിനെ പുകഴ്ത്തിയതുമാണ്. പക്ഷേ അതിൻ്റെ സ്വാഗത ഗാനത്തിലെ ദൃശ്യാവിഷ്കരണത്തിൽ മലയാളി സമൂഹത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സമൂഹത്തിനും ഉണ്ടാവാൻ കഴിയാത്ത രീതിയിൽ, അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഭീകരവാദിയായി ഒരു പ്രത്യേക മതത്തിൻ്റെ ആളിനെ ചിത്രീകരിക്കുക, അങ്ങനെ ഒരു രംഗമുണ്ടായത്. അത്തരത്തിലൊരു ജാഗ്രത കുറവ് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു, പക്ഷേ തുടക്കത്തിൽ തന്നെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിരുന്നു. സാറേ, എനിക്ക് പറയാനുള്ളത് എന്തറിയോ, ഇത് പിന്നെ തെറ്റുപറ്റി എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിപ്പോ ഒരു സമൂഹത്തിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിന് മൊത്തമാണ് അത് അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിപ്പോ. ഇപ്പൊ ഒരു സമൂഹത്തിന് മാത്രമല്ല, കേരളം മൊത്തം. ഒന്നും വേണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി പടത്തിൽ ഒരു കളർ ഡ്രസ് ഇട്ടെന്നും പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഇപ്പൊ ഇത് തിരിച്ച് അതൊരു കളറ് മാറി വന്നിരുന്ന എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ സാധാരണ ഇതിപ്പോ കഴിയുന്നതും ഈ ചർച്ച കഴിയുന്നത് ഒഴിവാക്കുക. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കാര്യം എന്താ പറയുക, ഇനി ഇതിന് ഒരു വളം വെച്ച് കൊടുക്കരുത്. ഇത് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ പറയുക, ഇത് ചർച്ച ചെയ്ത് വലുതാക്കുക, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മളെ മാധ്യമങ്ങൾ, ബഹുമാനപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമ്മളെപ്പോലെ സാധാരണക്കാരാണ്, അത് ജാതി മതം നോക്കാതെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഇതിനെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ മതി. ഇതേപോലത്തെ ഇത് ഏത് ജാതിയാണ്, ഇപ്പം ഇസ്ലാം, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാടിന്റെ ആവശ്യം, നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ വീടിന്റെ ആവശ്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, മറ്റു പ്രേക്ഷകനുണ്ട്. രഘുനന്ദനാണ്. ശ്രീ രഘുനന്ദനൻ, ഇത് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത്? തീർച്ചയായിട്ടും അത് ആ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നാണ്. അവരുടെ ഒരു ജാഗ്രത കുറവുണ്ടായി. നമ്മുടെ സ്കൂൾ കലോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലോത്സവങ്ങളാണ്. അവിടെയൊക്കെ ഈ മത്സരത്തിൽ സമ്മാനം കൊടുക്കുന്നതിൻ്റെ അകത്തും ഒക്കെയുള്ള ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളല്ലാതെ ഇപ്പോൾ ആഹാരത്തിന്റെ കാര്യത്തിലും ഈ സ്വാഗതഗാനത്തിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുക. പക്ഷെ നമ്മളതൊക്കെ അവഗണനയോട് കാണുക. അതിനെയൊക്കെ ഈ പറഞ്ഞ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ കണക്ക് നമ്മൾ ചർച്ച ചെയ്ത് അതിന് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടി കഴിയേണ്ട ഒരു നാടാണ് കേരളം. എല്ലാം പരസ്പരം സ്നേഹത്തോടുകൂടി കണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കും. വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം അതുണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇത്തരം വിവാദങ്ങളെ അധികം പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ശ്രീ രഘുനന്ദനൻ പറഞ്ഞത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ പൊതുവെ ഇത്തരം ഒരു ദൃശ്യാവിഷ്കാരം ഉണ്ടായതിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ഉയരുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ക്ഷമിക്കണം, ഒരു ചെറിയ ഇടവേളയുടെ സമയമായിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ വീണ്ടും ചർച്ച തുടരും. കൊല്ലത്തു നിന്നും ഗോപകുമാറാണ് അടുത്ത പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഗോപകുമാർ, കലോത്സവ സ്വാഗതഗാന ദൃശ്യാവിഷ്കാരം സംബന്ധിച്ച് വിവാദം താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാതാ പേരാമ്പ്ര എന്ന ആ കലാസംഘടനയെ ഇനി കലോത്സവത്തിന് പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുമുണ്ട്. ഇനി അവരെ ക്ഷണിക്കില്ല എന്നുകൂടി മന്ത്രി പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. വീഴ്ചയിൽ അന്വേഷണം വന്നിരിക്കുന്നു. ആരുടെ ഭാഗത്തു നിന്നാവും ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത്? ശ്രീ ഗോപകുമാർ പറയാം. ഗോപകുമാറിന്റെ ഫോണിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ജെയിംസ് ആണ് കൽപ്പറ്റയിൽ നിന്നും. ശ്രീ ജെയിംസ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഇതാണ് വിഷയം. എന്നുവെച്ചാല് നമ്മളിപ്പോ ഒരു
ഒരു കലാപരിപാടി നടക്കുകയാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രതീകാത്മകമായിട്ടാണ് ചെയ്യുന്നത്. പ്രതീകാത്മകമാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകത വെച്ചാൽ രാവണൻ എന്ന് പറയുന്നത് വൃത്തികെട്ടവനാണെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത്. പക്ഷെ രാവണൻ വൃത്തികെട്ടല്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ അതുപോലെ പ്രതീകാത്മകമായി ചെയ്തതാ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പൊ മുസ്ലിം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? മുസ്ലിമാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? നടത്തുന്ന മുഴുവൻ അവരാണല്ലോ. ഇപ്പൊ താങ്കൾ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് അറിയില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഒരു പൊതുമധ്യത്തിൽ പറയേണ്ട അഭിപ്രായമല്ല. താങ്കൾക്ക് സ്വകാര്യമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. താങ്കൾക്ക് ഇത് പൊതുവായ അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു പൊതുവേദിയാണിത്. അവിടെ അത്തരം എല്ലാ മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ വേണം വിദ്വേഷം പുലർത്തുന്ന അഭിപ്രായങ്ങളല്ല പറയേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾ ഈ വിവാദത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വിവാദങ്ങളുണ്ട്. അതിൽ ഏത് വിവാദമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ കണ്ടു കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചോദ്യം വിശദമായി ചോദിക്കാതിരുന്നത്. കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കരണത്തിൽ ഉണ്ടായ വിവാദം ഒരു അറബി വേഷധാരിയെ കഴുത്തേലെ കയറിട്ട് കെട്ടിയിരിക്കുന്നു, അങ്ങനെ കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ഒരു പക്ഷേ പ്രതീകാത്മകമാണ്. അതിൽ ഇത്രയും വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അത് അവോയ്ഡ് ചെയ്യാമായിരുന്ന സംഭവമായിരുന്നു. ഞാൻ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം, കാരണം ഈ ISIS തീവ്രവാദമൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം ഒരു പക്ഷേ ഇതിന്റെ കോൺസെപ്റ്റ് തയ്യാറാക്കിയ വ്യക്തിയെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരിക്കലും അത് ടാർഗറ്റ് ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല, ബുദ്ധിയുള്ളവരത് കാണത്തുമില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് പറയാൻ പോകുന്നത്, നമ്മുടെ MF ഹുസൈൻ ജനകോടികൾ ആരാധിക്കുന്ന ലക്ഷ്മി ദേവിയെ നഗ്നയായിട്ട് വരച്ചു. ആ MF ഹുസൈൻ നമുക്ക് ആ വിഷയമല്ല തൽക്കാലം ചർച്ച ചെയ്യുന്നത്. നമുക്ക് പൊതുവേദിക്ക് ഓരോ ദിവസവും ഓരോ വിഷയമുണ്ട്. മറ്റു വിഷയങ്ങളിലൊക്കെ ഓരോരുത്തർക്കും കടക്കാൻ താല്പര്യം കാണും. പക്ഷേ അതെല്ലാം കൂടി ഈ ചെറിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് സംസാരിക്കാനുള്ളതാണ്. അതുകൊണ്ട് വിഷയത്തിൽ ഒതുങ്ങി നിന്ന് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്, അതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും രീതി. അല്ലാതെ നമുക്ക് ഈ പരിപാടി നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. മറ്റൊരു പ്രേക്ഷകരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ദീപുവാണ്. ശ്രീ ദീപു, കലോത്സവവുമായി ബന്ധപ്പെട്ട ഉയർന്ന ഈ വിവാദത്തെക്കുറിച്ച്, ആ വിവാദത്തിന്റെ വാർത്തകളെക്കുറിച്ച് താങ്കളും അറിഞ്ഞു കാണും. എന്തായാലും ഇപ്പോൾ സർക്കാർ അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എവിടെയാണ് വീഴ്ച ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം. പക്ഷേ വീഴ്ച ഉണ്ടായി, അത്തരം ഒരു കലോത്സവം പോലെ ഒരു എല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ സ്വാഗത ഉദ്ഘാടന പരിപാടി തന്നെ എല്ലാ ചാനലുകളിലടക്കം തത്സമയം സംപ്രേഷണം ചെയ്താണ്. അത്ര ഒരു വലിയ പരിപാടിയിൽ എവിടെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ പരിപാടി മാതാ കലാകേന്ദ്രം എന്ന് പറയുന്ന പേരാമ്പ്രയിലുള്ള ഒരു സ്ഥാപനമാണ് ചെയ്തത്. ഈ സ്ഥാപനം ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സർക്കാരിന്റെ പരിപാടികളിൽ പല പരിപാടികൾ, ഈവൻ നമ്മുടെ നിയമസഭയുടെ വാർഷികങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളവരാണ്. പല സർക്കാർ പരിപാടികളും ചെറുതും വലുതുമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ അവിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ല. ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെക്കുറിച്ച് സർക്കാരിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തെ ചെറുതാക്കി കാണിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അവരുടെ കയ്യിൽ വന്നിട്ടുണ്ടോ എന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ച് അന്വേഷിച്ച് പറയട്ടെ. പക്ഷേ ഇത് നേരത്തെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് തൊട്ട് മുമ്പായി ഇതിനൊക്കെ എങ്ങനെയാണ്, എന്താണ് നടത്താൻ പോകുന്നത് പരിശോധിച്ചൊക്കെയല്ലേ നടത്തേണ്ടത്? റിഹേഴ്സൽ നടന്നപ്പോഴേ ഇവര് ഡ്രസ്സ് ഇട്ടിട്ടല്ല നടത്തിയിട്ടുള്ളത്, ഡ്രസ്സ് ഇടാതെയാണ് നടത്തിയിട്ടുള്ളത്. രാവിലെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രസ്സ് ഇടാതെ നോർമൽ ഡ്രസ്സിൽ ഇവർ ഇട്ട് കണ്ടപ്പം ഈ ഒരു സാധനം ഇല്ലായിരുന്നു. ഇവർക്ക് തന്നെ ഇതിന്റെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തലക്കെട്ടില്ലായിരുന്നു. പക്ഷെ ഈ ചെയ്ത വ്യക്തി അതിന്റെ ഇത് കൂട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന്. അപ്പം അവർ അന്വേഷിക്കട്ടെ, ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും വരാൻ പാടില്ല. സർക്കാരിന്റെ പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുള്ളവരാണ് ഇവര്. അങ്ങനെ ഒരു ദീപു തിരുവനന്തപുരമാണ് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പൊതുവെ പറഞ്ഞത്. അത്യപൂർവമായ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ വിഷയത്തെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല, അങ്ങനെ ഒരു തെറ്റ് പറ്റേണ്ടതല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരിക്കലും സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിൽ, ഏതെങ്കിലും ആളുകൾക്ക് വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒന്നല്ല ഈ കലോത്സവ വേദികളെ. കലോത്സവ വേദികളെ എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറം, ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറം എല്ലാ മനുഷ്യരെയും ഒന്നാണ് എന്ന് കാണാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം നൽകാൻ കൂടി കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് കലോത്സവങ്ങൾ. ആ കലോത്സവങ്ങൾക്ക് കുറെ കൂടി ജാഗ്രത പാലിക്കാൻ സംഘാടകർ തയ്യാറാവണം എന്നതുകൂടിയാണ് ഈ അഭിപ്രായങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് 18 പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെ മറ്റു വിഷയവുമായി ഇതേ സമയം.